നമ്മുടെ കേരളം പ്രകൃതി രമണീയതയിൽ മറ്റേത് സംസ്ഥാനത്തെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം. മഴക്കാലം നമ്മൾ മലയാളികൾക്ക് എന്നും ഒരു അനുഭൂതിയായിരുന്നു. ഉണ്ണിക്കുട്ടൻ സ്കൂളിലേക്ക് വായിച്ചിരുന്ന നമുക്ക് ആ കഥയിലൂടെ പോലും മഴക്കാലത്തെ ആസ്വദിക്കാനായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മഴയുടെ സ്വഭാവം മാറി തുടങ്ങിയിരിക്കുന്നു. ലോകത്താകമാനം ബാധിച്ചിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം ഈ മാറ്റത്തിന് ആക്കം കൂട്ടി. ഓരോ മഴക്കാലത്തിനും നമ്മൾ തയ്യാറായിരിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് കേരളം എന്ന സംസ്ഥാനം ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആപത്ത്? മഴക്കാലം നമ്മുടെ ജീവനും സ്വത്തിനും ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത അവസ്ഥയാണ് വരുത്തി തീർത്തിരിക്കുന്നത്. ഇതുവരെയുള്ള വ്യവസായങ്ങൾ അവരുടെ നിക്ഷേപങ്ങൾ പുനർവിന്യസിക്കാൻ നിർബന്ധിതരാവും. കൂടാതെ പുതിയ വ്യവസായങ്ങൾ അത് ഒരു പ്രഹേളിക മാത്രമായി മാറുന്ന കാലവും വിദൂരമല്ല. എവിടെയാണ് നമുക്ക് പിഴച്ചത്? അതെ, നമുക്ക് പിഴച്ചത് ആസൂത്രണത്തിലാണ്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു നഗരം ശരിയായ ആസൂത്രണത്തിലൂടെ നിർമ്മിച്ചതായി നിങ്ങൾക്കറിവുണ്ടോ? എൻ്റെ അറിവിൽ ഇല്ല. നഗരാസൂത്രണം വെറും പേപ്പറിൽ ഒതുങ്ങിയ ഒന്ന് മാത്രമായി. അതും ഉണ്ടോ എന്ന് തന്നെ സംശയം. ഇല്ലെങ്കിൽ ഇന്ന് കാണുന്ന വെള്ളക്കെട്ടുകൾ ഒരു പരിധിവരെ ഉണ്ടാകില്ലായിരുന്നു. മാറി വരുന്ന ഒരു സർക്കാരുകളും ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ചിട്ടില്ല. ഇവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കുമിഞ്ഞുകൂടി നഗരങ്ങൾ ഉദ്ഭവിച്ചുകൊണ്ടിരുന്നു. അത് തോട് നികത്തിയാണോ കുളം നികത്തിയാണോ എന്നത് ആർക്കും ഒരു വേവലാതിയുമില്ല. അതിൻ്റെ എല്ലാം പരിണിത ഫലങ്ങളാണ് ഇന്ന് നമ്മുടെ വീടുകൾ തോടായും പുഴയായും മാറിയത്. മഴക്കാലത്ത് ദുരിതം വരുമ്പോൾ മുന്നിൽ നിന്ന് ആഹ്വാനം ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവാറുണ്ട്. പക്ഷേ മഴയ്ക്ക് മുമ്പ് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും ചെയ്തു തീർക്കാതെ മഴയ്ക്കായി കാത്തു നിൽക്കുന്ന ഒരു പറ്റം സർക്കാർ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവർ മാത്രമല്ല, പ്രജകളെന്ന നമ്മളും. മാലിന്യങ്ങൾ തള്ളി വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടഞ്ഞ് നമ്മളും ഈ നിരുത്തരവാദത്തിൻ്റെ ഭാഗമാകുന്നു. ഇതുപോലുള്ള കുറേ മഴക്കാലം അതിജീവിക്കാൻ നമ്മുടെ കുഞ്ഞു കേരളത്തിനാകുമോ എന്ന് സംശയിക്കുകയാണ്. ഇനി നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ? അഥവാ ചെയ്യാനുണ്ടെങ്കിൽ അതെന്തൊക്കെ ആകാം? ഇനി പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഭാവി തലമുറയ്ക്കെങ്കിലും സഹായകമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യമായി ഡ്രെയിനേജ് സിസ്റ്റം. നൂതനവും ആധുനികവുമായ ഡ്രെയിനേജ് സിസ്റ്റം ആവിഷ്കരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് വഴി കനത്ത മഴ നേരിടുന്നതിനും വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഈ ബിൽഡിംഗ് പെർമിഷനെല്ലാം നേടുമ്പോൾ ഡ്രെയിനേജ് വ്യവസ്ഥകൾ കർശനമായി ഉറപ്പുവരുത്തുക. അടുത്തതായി വനവൽക്കരണവും തണ്ണീർത്തടങ്ങളുടെ പുനഃസ്ഥാപനവും. ഇത് പ്രകൃതിദത്തമായ ഒരു പരിഹാരമാണ്. അതുവഴി ജലത്തിൻ്റെ ആഗിരണം കൂടുകയും ഉപരിതലത്തിലൂടെയുള്ള ഒഴുക്ക് തടയുകയും വഴി വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അടുത്തതായി ഡ്രഡ്ജിംഗ് ആണ്. നദികളിലെയും കനാലുകളിലെയും മണ്ണ് നീക്കം ചെയ്യുകയും ആഴം കൂട്ടുകയും വഴി നീരൊഴുക്ക് കൂടുന്നു. അതോടൊപ്പം കര കവിഞ്ഞൊഴുകുന്നത് ഒരു പരിധിവരെ തടയുന്നു. അടുത്തതാണ് മഴവെള്ള സംഭരണം. മഴവെള്ള സംഭരണം വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇത് ഉപരിതല നീരൊഴുക്ക് കുറയ്ക്കുകയും ഭൂഗർഭ ജലനിരപ്പ് കൂട്ടുകയും ചെയ്യുന്നു. ഇനി വരുന്നത് പരിസ്ഥിതി സൗഹൃദ നിർമ്മിതികളാണ്. അപകട സാധ്യതകൾ ഉള്ള മേഖലകളിൽ വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കുന്ന നിർമ്മിതികൾക്ക് പ്രാമുഖ്യം നൽകുന്ന വഴി നാശനഷ്ടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഒപ്പം സുരക്ഷയും ഉറപ്പാക്കാം. കൂടാതെ ഇക്കാര്യങ്ങൾ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തി വെറും സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന പതിവ് മാറ്റി കുറച്ചുകൂടി കാര്യക്ഷമതയും ദീർഘവീക്ഷണവുമുള്ള നല്ല എഞ്ചിനീയേഴ്സിനെ വാർത്തെടുക്കാനും സാധിക്കും. മുൻകൂട്ടിയുള്ള അപകട സൂചനകളും ബോധവൽക്കരണവും. നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി മുൻകൂട്ടിയുള്ള അപകട സൂചനകൾ നൽകുന്നത് വഴി ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകാം. അതുകൂടാതെ സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യുക. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ശാസ്ത്രീയമായി പിന്തുടരുക. ചപ്പുചവറുകൾ പുറന്തള്ളി സ്വാഭാവിക നീരൊഴുക്ക് തടയാതിരിക്കുക. വനവൽക്കരണത്തിൽ പങ്കാളികളാവുക. ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സോൺ ക്ലാസിഫിക്കേഷനും ഭൂമിയുടെ ശരിയായ വിനിയോഗവും സംബന്ധിച്ച് കർശനമായ നിയമനിർമ്മാണം നടത്തുക, അത് നടപ്പിലാക്കുക. ഇതിലേറ്റവും പ്രധാനം വലിയവർക്ക് വേണ്ടി നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന പ്രവണത അത് എന്നേക്കുമായി നിർത്തലാക്കുക. പറഞ്ഞു വരുന്നത് മാളുകൾ, ഫ്ലാറ്റുകൾ എല്ലാവർക്കും ഈ നിയമം ബാധകമാക്കുക. പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് 2018 വെള്ളപ്പൊക്കം അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ്. ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ടൊന്നുമല്ല.
പിന്നെ മലയാളിയല്ലേ, ഒരു കടമ. പിന്നെ ദുരിതം വരുമ്പോൾ അതിപ്പോൾ ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മളും കാണും അവിടെ നിങ്ങളിൽ ഒരാളെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, സബ്സ്ക്രൈബ് തന്ന് പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.